ഹലോ ഡിയർ സ്റ്റുഡൻസ്, MS അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BBA ഫൗണ്ടേഷൻ ഫോർ ബിസിനസ് ഡിസിഷൻ്റെ പാർട്ട് 3 വീഡിയോ ആണ്. നമ്മൾ ഓൾറെഡി പാർട്ട് 1 ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൺട്രോളിങ്ങിൻ്റെ സ്റ്റേജസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡൽസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്, മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻസ്, മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റേജസ് ഓഫ് കൺട്രോളിങ്. അപ്പോൾ കൺട്രോളിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്സ് ഡിസ്കസ് ചെയ്യാം. കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, മാനേജ്മെൻറ്റിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ഒരു ഇവൻറ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് പോവുക, അതിന് വേണ്ട റെമഡിയൽ ആക്ഷൻസ് ഒക്കെ എടുക്കുന്ന ഒരു പ്രോസസ്സാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ഒരു മോണിറ്റർ ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മുടെ കൺട്രോളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കൺട്രോളിങ്ങിൻ്റെ സ്റ്റേജസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ സ്റ്റേജിൽ പറയുന്നത് എസ്റ്റാബ്ലിഷിങ് സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാം. സെറ്റിംഗ് പെർഫോമൻസ് ബെഞ്ച് മാർക്ക്, ഒരു പെർഫോമൻസിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അതിന് വേണ്ട ഒരു സ്റ്റാൻഡേർഡ് അവിടെ ഫിക്സ് ചെയ്യുക. ദെൻ സെക്കൻഡ് പോയിന്റ് മെഷറിംഗ് പെർഫോമൻസുകളെ മെഷർ ചെയ്യണം. എന്തെങ്കിലും ആക്ച്വൽ റിസൾട്ട് വിത്ത് സ്റ്റാൻഡേർഡ്സുമായിട്ട് അവിടെ ആ ഒരു പെർഫോമൻസിനെ മെഷർ ചെയ്യുക. ഇനി പെർഫോമൻസിനെ മെഷർ ചെയ്തതിന് ശേഷം ആ റിസൾട്ടുകൾ തമ്മിൽ കമ്പയർ ചെയ്ത് പോവുക. എന്തെങ്കിലും ഡീവിയേഷൻസ് സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ എന്തെങ്കിലും അനലൈസ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് നമ്മുടെ കമ്പയറിങ് റിസൾട്ട്. ഇനി റിസൾട്ടൊക്കെ കമ്പയർ ചെയ്തു, അതേപോലെ പെർഫോമൻസ് മെഷർ ചെയ്തു, റിസൾട്ടൊക്കെ കമ്പയർ ചെയ്തു, അതിനുശേഷം എന്തെങ്കിലും മിസ്റ്റേക്സുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റെമഡിയൽ ആക്ഷൻസ് എടുക്കുക. സോ ദാറ്റ്സ് എ ഫോർത്ത് സ്റ്റെപ്പ്. ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ, മേക്കിംഗ് ഇംപ്രൂവ്മെൻറ്റ്സ് ടു റീച്ച് ഒബ്ജക്റ്റീവ്സിലോട്ട് എത്താൻ വേണ്ടിയിട്ട് കറക്റ്റ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി സഹായിക്കുക. അപ്പോൾ ഇത്രയും നാലിനാണ് നമ്മുടെ കൺട്രോളിങ്ങിൻ്റെ സ്റ്റേജസ് എന്ന് പറയുന്നത്. ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണിത്. എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് പഠിക്കേണ്ട ഏരിയയാണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. വളരെയധികം വർഷങ്ങളോളമായിട്ട് നമ്മുടെ ടെക്സ്റ്റിലും നോട്ടിലൊക്കെ ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയയാണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. എക്സാമിന് പല വർഷങ്ങളിലായിട്ട് പല രീതിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഈ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. വിത്തൗട്ട് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ദർ ഈസ് നോ ക്വസ്റ്റ്യൻ എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ നിങ്ങളൊരു ഹൈറാർക്കി ഫോമിൽ വെച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപകാരമാവും. ടോപ്പ് ലെവൽ ആൻഡ് അതേപോലെ തന്നെ മിഡിൽ ലെവൽ, ദെൻ ലോവർ ലെവൽ. ഏറ്റവും പഠിക്കാൻ എളുപ്പമാണ്. കണ്ടൻറ്റ് അറിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. അപ്പോൾ നമുക്ക് 3 ലെവലുണ്ട്: ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ. ടോപ്പ് ലെവലിൽ മെയിനായിട്ട് വരുന്നത് ഗോളുകൾ ഫോർമുലേറ്റ് ചെയ്യുക. ഒരു കമ്പനി, ആ കമ്പനി എങ്ങനെ പ്രവർത്തിക്കണം, അതിൻ്റെ ഗോൾ ഒബ്ജക്റ്റീവ്സ് ഒക്കെയാണ് ടോപ്പ് ലെവലിൽ ഫിക്സ് ചെയ്യുക. അപ്പോൾ ടോപ്പ് ലെവലിൽ വരുന്നത് മാനേജിങ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കാം, CEOs ഒക്കെയാണ് മെയിനായിട്ട് നമ്മുടെ ടോപ്പ് ലെവലിൽ വരുന്ന ആൾക്കാർ. നിങ്ങൾ വരുന്ന ആൾക്കാരെയും നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഇനി മിഡിൽ ലെവൽ വരുന്നത് മെയിനായിട്ട് വരിക നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകൾ, ഡിപ്പാർട്ട്മെൻറ്റ് മാനേജേഴ്സ്, ഫങ്ഷണൽ മാനേജേഴ്സ്, അവരൊക്കെയാണ് സെയിൽസ് മാനേജേഴ്സൊക്കെയാണ് ആയിട്ട് മിഡിൽ ലെവൽ വരുന്നത്. അവർ ഇംപ്ലിമെൻറ്റ് സ്ട്രാറ്റജികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അവിടെ താഴെയുള്ള ലോവർ ലെവലിലത്തെ എംപ്ലോയീസിനെ എന്ത് ചെയ്യും, അവർ സൂപ്പർവൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ലെവലാണ് നമ്മുടെ ലോവർ ലെവൽ. ഏറ്റവും താഴെ വരുന്ന ലെവലാണ് ലോവർ ലെവൽ. സൂപ്പർവൈസേഴ്സും സൂപ്പർമാനും ഒക്കെ മെയിനായിട്ട് വരുന്നത് നമ്മുടെ ലോവർ ലെവലിലാണ്. അവർ ഡേ ടു ഡേ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക, എംപ്ലോയികളെ സൂപ്പർവൈസ് ചെയ്യുക, അതൊക്കെയാണ് മെയിനായിട്ട് ലോവർ ലെവലിൽ വരുന്നത്. അപ്പോൾ ഇത്രയും 3 ലെവൽസുകൾ എന്തായാലും നോട്ട് ചെയ്യണം. എക്സാമിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ് നമ്മുടെ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. സോ നിങ്ങൾ മറക്കാതെ നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ടെക്നിക്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു പാർട്ട് 3 വീഡിയോയിൽ മെയിനായിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ ഫോർ ബിസിനസ് ഡിസിഷൻ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കീ ഏരിയകളാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു വീഡിയോസ് കാണണം, അതിൻ്റെ നോട്ട്സ് ഉണ്ടാക്കി പഠിക്കണം. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞൊരു ഒരു വളരെ വൈഡായിട്ടുള്ള സോഴ്സാണ്. അപ്പം ടെക്സ്റ്റ് ബുക്കിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് എക്സാം സമയത്ത് ഇത്തരം വീഡിയോ ക്ലാസ്സുകൾ വളരെയധികം ഉപകാരപ്രദമാകും. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, വീഡിയോസൊക്കെ യൂട്ടിലൈസ് ചെയ്യുക, നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്ത് പഠിക്കുകയും ചെയ്യുക. ഇനി ടെക്നിക്സ് എന്തൊക്കെയാണ് നോക്കാം. ടെക്നിക്സ് നമുക്കൊരു 7-8 ടെക്നിക്സുകൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമ്മളൊരു എസ്സേ കോൺസെപ്റ്റിൽ പഠിക്കുകയാണെങ്കിൽ ഒരു 6 നിങ്ങൾ മെയിനായിട്ട് പഠിച്ചു വെക്കണം. ആദ്യത്തെ വന്ന് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, CBA എന്ന് പറയും. ചിലപ്പോൾ എക്സാമിന് ചോദിക്കുക CBA എന്നാവും. വാട്ട് ഡു യു മീൻ ബൈ CBA? അപ്പോൾ നിങ്ങൾക്ക് തോന്നും CBAയോ, ഞാൻ അങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടില്ലല്ലോ. പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ടെക്നിക്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കോഡാണ് CBA. CBA എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. ദെൻ SWOT
SWOT അനാലിസിസ്, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്സ് അനാലിസിസ്. പിന്നെ ബ്രെയിൻ സ്റ്റോമിംഗ്, മാർജിനൽ അനാലിസിസ്, ഡിസിഷൻ ട്രീ അനാലിസിസ്, സിമുലേഷൻ ആൻഡ് ഫോർകാസ്റ്റിംഗ്. ഇത്രയാണ് മെയിനായിട്ട് വരുന്നത് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്ക്. ഇനി നമുക്ക് ഓരോ പോയിന്റും വീതം വിശകലനം ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തത് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. എന്തെങ്കിലും ഒരു ഡിസിഷൻസ് എടുക്കുക, ഒരു കമ്പനിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഫോം ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ കോസ്റ്റ് അനലൈസ് ചെയ്യണം. എത്ര കോസ്റ്റ് ആവും, ഇനി പക്ഷേ എത്ര കോസ്റ്റ് ഇറക്കിയാലും അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, ആ ബെനിഫിറ്റും കൂടി അനലൈസ് ചെയ്യണം. അതാണ് കോസ്റ്റ് പ്ലസ് ബെനിഫിറ്റ് അനാലിസിസ്. അതായത് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഫാക്ടറാണ്. അപ്പോൾ ആ ഒരു നെഗറ്റീവ് ഫാക്ടറിനെയും, ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഫാക്ടർ, ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് ഫാക്ടറാണ്. അപ്പോൾ നെഗറ്റീവിനെയും പോസിറ്റീവ് ഫാക്ടേഴ്സിനെയും അനലൈസ് ചെയ്തുകൊണ്ടിട്ട് ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻസിൽ ഡിസിഷനുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ക്യാൻ കൺസിഡർ ദി നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഇമ്പാക്ട്സുകൾ രണ്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്. എത്രത്തോളം കോസ്റ്റ് ആവും, ഇനി കോസ്റ്റ് ആയാലും അതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാകാം, അങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ്സും ഇതിൽ വരുന്നുണ്ട്. അതാണ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കേണ്ടതാണ് നമ്മുടെ SWOT അനാലിസിസ്. SWOT എന്ന് പറഞ്ഞാൽ ഓരോന്നിനും അർത്ഥമുണ്ട്. സ്ട്രെങ്ത്, എസിൻ്റെ മീനിങ് പറയുന്നത് സ്ട്രെങ്ത്, ആൻഡ് വീക്ക്നെസ്, W എന്ന് പറഞ്ഞാൽ വീക്ക്നെസ്, Wൻ്റെ അർത്ഥം വീക്ക്നെസ്, സ്ട്രെങ്ത് വീക്ക്നെസ്. O എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി, O എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി. ഇനി T എന്ന് പറഞ്ഞാൽ ത്രെഡ്സ്, 3 എന്ന് പറഞ്ഞാൽ ത്രെഡ്സ്. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യണം. അതായത് ഡിസിഷൻ എടുക്കുമ്പോൾ സ്ട്രെങ്ത്ത് നോക്കണം നമ്മൾ, വീക്ക്നെസ് നോക്കുക, ഓപ്പർച്യൂണിറ്റികൾ നോക്കുക, ത്രെഡ്സ് നോക്കുക. ഇപ്പോൾ നമ്മളൊരു ഏതെങ്കിലും ഒരു ഐഫോൺ എന്ന് പറഞ്ഞൊരു കമ്പനിയെ നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി, ആ കമ്പനിയുടെ ഡിസിഷൻസ് അനലൈസ് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ്. അങ്ങനെ എടുക്കുന്ന സാഹചര്യത്തിൽ ആ കമ്പനിയുടെ സ്ട്രെങ്ത്ത് എത്രത്തോളം ആയിരിക്കാം, അവരുടെ വീക്ക്നെസ് എന്നാൽ അവർക്ക് എത്ര ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിരിക്കാം, അവരുടെ ഭീഷണികൾ ത്രെഡ്സ് എന്തൊക്കെയായിരിക്കാം, അങ്ങനെയുള്ള ഈ 4 ഫാക്ടറിനെ അനലൈസ് ചെയ്തിട്ട് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കാണ് SWOT അനാലിസിസ്. പിന്നെ ബ്രെയിൻ സ്റ്റോമിംഗ് ഉണ്ട്. ബ്രെയിൻ സ്റ്റോമിംഗ് പറഞ്ഞാൽ കളക്റ്റീവായിട്ട് ഐഡിയകൾ ജനറേറ്റ് ചെയ്യുക, ഒരു കൂട്ടം ആളുകളിൽ നിന്ന് അവരുടെ ഒപ്പീനിയൻസ്, എല്ലാ ഒപ്പീനിയൻസിനെയും കൺസിഡർ ചെയ്യുക, അവിടെ ഒരു ആർഗ്യുമെൻറ്റ്സ് ഇല്ല, എല്ലാവരുടെയും ഐഡിയകൾ കളക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബ്രെയിൻ സ്റ്റോമിങ്. ഡിസിഷൻ ട്രീ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം, സ്റ്റിമുലേഷൻ. ആദ്യത്തെ 3 ടെക്നിക്കുകൾ നിങ്ങൾ മെയിനായിട്ട് നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കേണ്ട ഏരിയയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ടെക്നിക്സ്. ഈ ടെക്നിക്സിൽ ഓരോന്നും സെപ്പറേറ്റ്, ഇപ്പോൾ SWOT അനാലിസിസ് ഒക്കെ എല്ലാ കൊല്ലം എക്സാമിന് സെപ്പറേറ്റ് ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ ടെക്നിക്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ഒരു 10 മാർക്കിൻ്റെ നോട്ട് ചെയ്യുക, 10 മാർക്കിൻ്റെ എസ്സേ ആയിട്ടും എക്സാമിന് ചോദിക്കാം. അപ്പോൾ ഓരോന്ന് നിങ്ങൾ എന്തെങ്കിലും ഡിസിഷൻ ട്രീ അനാലിസിസ്, ഒരു ട്രീ ഫോമുല ആയിരിക്കാം, ട്രീയുടെ ബ്രാഞ്ചസ് പോലെ ഓരോ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്ത് പോയിട്ട് കമ്പനീസിലെ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ്. ഇനി ഡിസിഷൻ ട്രീ എടുക്കുന്നത് എപ്പോഴും ആരാണ്, ടോപ്പ് ലെവൽ മാനേജേഴ്സാണ് ഡിസിഷൻ ട്രീ അനാലിസിസ് നടത്തുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു സമ്മറി, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളെടുത്ത മൊത്തം ഒരു സമ്മറി എന്തൊക്കെയാണെന്ന് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫായി നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസിഷൻ മേക്കിംഗ് അതിൻ്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രലാണ്. ഒരു മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ നിർവചിക്കണമെങ്കിൽ, ഒരു മാനേജ്മെൻറ്റ് സെൻട്രലി വർക്ക് ചെയ്യണമെങ്കിൽ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ തന്നെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഒരു നല്ല ഡിസിഷൻ ഉണ്ടെങ്കിൽ എപ്പോഴും കമ്പനി ഗ്രോത്ത് ചെയ്യും. നമുക്കറിയാം പോസിറ്റീവ് ഡിസിഷന് എപ്പോഴും ഒരു കമ്പനിയുടെ ഗ്രോത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്, അഫക്റ്റ് ചെയ്യാത്ത. സെയിം ടൈം നെഗറ്റീവ് ആവുകയാണെങ്കിൽ കമ്പനി ലോവർ ആവാനൊക്കെ എന്താ ചെയ്യും, ബാധിക്കുന്നതാണ് പറയുന്നത്. പിന്നെ ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു കോർഡിനേഷനും ഗോൾ അച്ചീവ്മെൻറ്റും ഉണ്ടാവുകയുള്ളൂ. മാനേജ്മെൻറ്റ് എന്തായാലും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡീൽ ചെയ്തു. പിന്നെ മാനേജേഴ്സിൻ്റെ റോളുകൾ, ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ റോൾ നമ്മൾ പഠിച്ചതാണ്. പിന്നെ കൺട്രോളിങ്ങിൻ്റെ കാര്യങ്ങൾ, കൺട്രോളിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഇഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. പിന്നെ ഡിസിഷൻ മേക്കിംഗ്, അൾട്ടിമേറ്റ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞ സമ്മറിയിൽ പറയുന്ന പോയിന്റുകളും കൺക്ലൂഷനിൽ പറഞ്ഞതൊക്കെ നിങ്ങളുടെ കോമൺ പോയിൻ്റാണ്. നിങ്ങൾക്ക് എക്സാമിന് എവിടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റുന്നൊരു കോമൺ പോയിൻ്റാണ്. കേട്ടില്ലേ, നോട്ട് ചെയ്യുക, കോമൺ പോയിൻറ്റ്സ്. ഇപ്പോൾ ഒരു കുട്ടിക്കൊരു ഏരിയ അറിയില്ല, നിങ്ങൾ ഈ ഒരു കോമൺ പോയിൻറ്റ്സുകളും എഴുതി വെച്ചാൽ നിങ്ങൾക്ക് പാസ്സാവാനുള്ള അത്രയും പാസ് മാർക്കുകൾ നിങ്ങൾക്ക് ലഭിക്കും.
അപ്പോൾ ആദ്യത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ ഗുഡ് ഡിസിഷൻ മേക്കിംഗ് എൻഹാൻസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ഗ്രോത്ത്. പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ഗ്രോത്ത് കൂട്ടാനൊക്കെ ഡിസിഷൻ മേക്കിംഗ് സഹായിക്കും. ദെൻ മാനേജ്മെൻറ്റ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ. മാനേജ്മെൻറ്റ് ഡയറക്ഷനും കൺട്രോളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് സഹായിക്കും. കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് ആൻഡ് അഡാപ്റ്റബിലിറ്റി. കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ്മെൻറ്റും അഡാപ്റ്റബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഡിസിഷൻ മേക്കിംഗ് ഒരു കീ സക്സസ്സിലേക്ക് നയിക്കുകയുള്ളൂ. അപ്പം പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിൽ അവിടെ മെയിനായിട്ട് ഫോളോ ചെയ്ത് പോകേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ ക്ലാസ് എന്ന് പറയുന്നത്. ഈ നമ്മളെ വീഡിയോ ആദ്യമായി കണ്ടവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. FIUGPയുടെ എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. കൂടാതെ നമ്മുടെ BCom BBA FIUGP കൂടാതെ വരുന്ന എൻട്രൻസ് എക്സാമുകളുടെ കോച്ചിങ് നമ്മുടെ ചാനലിൽ കൊടുക്കുന്നുണ്ട്. വേണ്ടവർ നമ്മുടെ ചാനലിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് നമ്പറുമായിട്ട് ബന്ധപ്പെടുക. കൂടുതൽ നോട്ട്സും ക്ലാസ്സും ഡൗട്ട്സും ക്വറീസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.